ഒരുപാട് സ്ഥലങ്ങളിൽ തെറ്റുണ്ട്. അതുകൊണ്ട് അത്തരം പരിഭാഷ നോക്കിയിട്ട് ഖുർആൻ മനസ്സിലാക്കരുത് എന്ന് ആ സഹോദരനെയും എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മറ്റുള്ള ആളുകളെയും ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പരിഭാഷ വെച്ചിട്ടാണ് ഈ അടുത്ത ദിവസം നമ്മൾ കേട്ടില്ലേ, ചിലപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും, പിന്നെ നിലമ്പൂരിൽ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകർ, അച്ഛന്മാര്, പിന്നെ എം അക്ബറിനെതിരിൽ സംസാരിച്ചത്. കുന്നിശൈഹിൻ ആലിക്കുന്നില്ല വജ്ഹഹു എന്ന് പറഞ്ഞെടുത്ത് അന്ത്യദിനത്തിൽ എല്ലാം നശിക്കും, അള്ളാഹുവിന്റെ തിരുമുഖമൊഴികെ എന്നാണ് അതിൽ പരിഭാഷ കൊടുത്തിട്ടുള്ളത്. അപ്പൊ കയ്യും കാലമൊക്കെ ഉണ്ട് അള്ളാഹ്ക്ക് എന്ന് വിശ്വസിക്കുന്ന എന്ന് പറയുന്നവരാണ് ഇപ്പോ മുജാഹിദുകൾ. പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നത്, അങ്ങനെ പറഞ്ഞാൽ കാഫിറാകും എന്നായിരുന്നു അവർ തന്നെ എഴുതിയതും ഫത്വ കൊടുത്തതും വിശ്വസിച്ചതുമെല്ലാം. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ വഹാബികൾക്ക് വന്നിട്ടുള്ള മാറ്റത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന് അവയവങ്ങളുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, അതങ്ങനെ തന്നെ വിശ്വസിക്കണം എന്നുള്ള വാദം. അതനുസരിച്ചാണ് ആ പരിഭാഷയിലുള്ളത്. ആ പരിഭാഷ ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ അടുത്തുണ്ട് അതിന്റെ കോപ്പി. ഞാൻ നോക്കിയ സ്ഥലങ്ങളിൽ ഇവരുള്ള ആളല്ല, അതിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരം പരിഭാഷയിൽ പെട്ടുപോകരുത് എന്ന് ആ സഹോദരനെയും മറ്റുള്ള സഹോദരന്മാരെയും ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ആ വിഷയത്തിൽ നിന്ന് പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ ചിലർക്കൊക്കെ ഉള്ള ധാരണ, അതായത് സാധാരണക്കാരായ പ്രവർത്തകർക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഉള്ളൊരു ധാരണ, ഖുർആൻ പരിഭാഷ കണ്ടാൽ ഖുർആൻ മനസ്സിലായി എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഖുർആൻ അതിന്റെ ആ അളവിലും തൂക്കത്തിലും പരിഭാഷപ്പെടുത്താൻ തന്നെ മനുഷ്യന് സാധ്യമല്ല എന്നതാണ് വസ്തുത. അത് ഖുർആനെ കുറിച്ച് അല്പം അറിയുന്ന ഏത് ഉസ്താദുമാരോട് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അറിയുന്നവർക്കറിയാം, അള്ളാഹുവിന്റെ കലാമാണ്. നമ്മൾ അള്ളാഹുവിന്റെ കലാമാണെന്നുള്ളത് നമ്മൾ പറയും വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ടല്ല, അത് തന്നെയാണ്, അതെല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് അതിന് പദാനുപദ പരിഭാഷ അസാധ്യമാണ്. പരിഭാഷപ്പെടുത്തിയവരൊന്നും ആ അസാധ്യതയെ അവർക്ക് ആർക്കും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയില്ല. പിന്നെ നാട്ടിൽ സക്കാത്ത് കൊടുത്ത ഒരു കാര്യം പറയുമ്പോൾ തന്നെ സക്കാത്ത് കൊടുക്കുന്ന കാര്യം ഇറക്കട്ടത്, അത് സുന്നിക്കുട്ടി ഉസ്താദ് പറയും കേട്ടാ. പിന്നെ അപ്പോ ഈ പരിഭാഷ തന്നെ എന്താണ്? അസാധ്യമാണ്. ഒന്ന്, അറബിക്ക് ഭാഷ തന്നെ എടുത്താൽ ആ ഭാഷയുടെ പ്രത്യേകത തന്നെ യഥാർത്ഥത്തിൽ അതിന് ഈക്വലായിട്ട് നമ്മളെ മലയാള ഭാഷയിൽ ഒരിക്കലും സാധ്യമല്ല. മലയാള ഭാഷ എന്ന് പറയുന്നത് പദസമ്പത്ത് വളരെ കുറവുള്ള, ആകപ്പാടെ 400 വർഷമോ അല്ലെങ്കിൽ 500 വർഷമോ മാത്രം പഴക്കമുള്ള ഒരു ഭാഷയാണ്. ഇനി അതല്ലാത്ത ഭാഷകളിലാണെങ്കിൽ പോലും അറബിയിലുള്ള പദങ്ങൾ അതിന്റെ അതേ അളവിലും തൂക്കത്തിലും പരിഭാഷപ്പെടുത്താൻ പറ്റിയ പദങ്ങൾ തന്നെ ഇല്ല എന്ന് പറയാം. ഖുർആനാവുമ്പോൾ പ്രത്യേകിച്ചും. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതിന്റെ ഓരോ അക്ഷരങ്ങളിലും അല്ലാഹു തആല നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അർത്ഥങ്ങൾ, ആശയങ്ങൾ അടുക്കി വെച്ചിട്ടുള്ളതാണ്. കേൾക്കുന്നുണ്ടോ സഹോദരന്മാര്? കേൾക്കുന്നുണ്ടോ? അടുക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു ഉദാഹരണം സുന്നിക്കുട്ടി ഉസ്താദ് പോകരുത്, ഇവിടെ മറ്റുള്ള സക്കാത്തിന്റെ അവകാശികളോ അല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫിഖിയായ മസലകളുണ്ട്, അത് ഉസ്താദ് തന്നെ മറുപടി പറയണം. പിന്നെ ഒരു ചെറിയ ഉദാഹരണം, ഒരു എക്സാമ്പിള് ഞാൻ അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. പിന്നെ എല്ലാ ഭാഗങ്ങളിലും, അതായത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് ഒരു പദം ഉപയോഗിച്ചാൽ, അറബിയില്
മുത്തറാദിഫായ പദങ്ങൾ എന്ന് പറയും, അതായത് പര്യായ പദങ്ങൾ. ഒരു വാക്കിന് നമ്മൾ പര്യായ പദങ്ങൾ എന്ന് പറയുമല്ലോ. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു സ്ഥലത്ത് ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയാം, അതാ. അതാ എന്ന് പറഞ്ഞാൽ വന്നു എന്ന് പറയും. നമ്മൾ വന്നു എന്നുള്ളതിന് വന്നുന്ന മലയാളത്തിൽ പറയാം. ജാ എന്ന് പറയും, അതിനും പറയും വന്നു എന്ന് പറയും. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അതാ എന്ന് ഉപയോഗിച്ച സ്ഥലത്ത് പകരം ജാ കൊടുത്താൽ അവിടുത്തെ മീനിങ് കറക്റ്റല്ല, വ്യത്യസ്തമാണ്. വളരെ സൂക്ഷ്മമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന മഹാന്മാർ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ഓരോ അക്ഷരങ്ങളിലും ഒരുപാട് ആശയങ്ങൾ അല്ലാഹു തആല അടുക്കി വെച്ചിരിക്കുകയാണ്. അത് ഒരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ സാധ്യമല്ല. ഉദാഹരണം ഞാൻ പറയാം, അതിനു മുമ്പ് ഞാൻ പറയാം. പിന്നെ ഈ പരിഭാഷ എന്ന് പറയുന്നത് എന്താണ്? പരിഭാഷ കൊണ്ട് എന്തേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ? പരിഭാഷ എന്ന് പറയുന്നത് അതൊരു നിഴലാണെന്ന് പറയാം നമുക്ക്. ഒരു നിഴല്. ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നതിന് പകരം, ഒരാളെ നമ്മൾ കാണുന്നതിന് പകരം ആളുടെ നിഴല് നമ്മൾ കാണുന്നു, ആളെ കാണുന്നില്ല. അതുകൊണ്ടല്ലോ ഇപ്പൊ നിഴൽ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ടെലിവിഷനിലൊക്കെ. നിഴല്, ആ നിഴല് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് നമ്മൾ നിഴല് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളുടെ തല, കയ്യ്, കാല് ഇതൊക്കെ നമ്മൾ കാണുന്ന ഒരു മനുഷ്യരൂപാണെന്ന് മനസ്സിലാവും. അതേസമയം അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ വ്യക്തിത്വം, അയാളുടെ നിറം, അയാളുടെ കണ്ണ്, മൂക്ക്, ചെവി, അതിന്റെ രൂപങ്ങള്, ഭാവങ്ങള്, ഇതൊന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല. അതിന് ആ വ്യക്തിയെ നേരിട്ട് നമ്മൾ കാണുക തന്നെ വേണം. എന്നതുപോലെ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നിഴല് മാത്രമേ ആവുന്നുള്ളൂ. അല്ലാതെ ഒരിക്കലും അതിന്റെ ആശയങ്ങൾ ആ പരിഭാഷയിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല. ഒരാളെ കാണുന്നതും ആളുടെ നിഴല് കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം അതിനുണ്ട്. ഇനി നിഴല് തന്നെയും വ്യത്യസ്തമായിരിക്കാം. ഒരാൾ കറക്റ്റായിട്ടൊരു സ്ഥലത്ത് നിൽക്കുകയും നേരെ പുറകിൽ നിന്ന് അയാളുടെ നേരെ ലൈറ്റ് അടിക്കുകയും ചെയ്യുമ്പോൾ ബാക്കിൽ കിട്ടുന്ന നിഴല് ഏറെക്കുറെ അയാളുടെ രൂപം, ഷേപ്പൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയെന്ന് വരും. അതേസമയം അതൊരു ചെരിഞ്ഞ കോണിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ തല നീണ്ട, ഉദാഹരണം പറയാം, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിന് മുമ്പുള്ള അസറിന്റെ സമയത്തൊക്കെ ഉള്ള ഒരാളുടെ നിഴല് കാണുകയാണെന്നുണ്ടെങ്കിൽ ആളെക്കാൾ വലിയ നീളമുള്ളതായിട്ട് തോന്നും, തല നീണ്ടതായിട്ട് തോന്നും. ചിലപ്പോൾ ഒരു സൈഡിൽ കൈ കണ്ടില്ല എന്ന് വരും. എന്നതുപോലെ പരിഭാഷപ്പെടുത്തുന്ന ആശയം ഏത് ആശയക്കാരനാ പരിഭാഷപ്പെടുത്തുന്നത്, അതിനനുസരിച്ച് നിഴലിലും മാറ്റമുണ്ടാവും. അപ്പോ അതൊരു നിഴല് മാത്രമാണ്. അതുകൊണ്ട് ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയെന്നതാണ് അത് മനുഷ്യർക്ക് തത്തുല്യമായിട്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചില്ലേ? വെല്ലുവിളി നടത്തിയിട്ട് ലാസ്റ്റ് വെല്ലുവിളിയിൽ അല്ലാഹു തആല പറഞ്ഞെന്താ? കുറച്ച് കൊണ്ടുവന്ന് നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നത്, നമ്മളൊക്കെ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്, അറിയാവുന്നതാണ്. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിനോട് ഈക്വലായിട്ടുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്ന് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചു 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് എല്ലാവർക്കും അറിയാം, ചെറിയ 3 സെന്റൻസ്, 3 ആയത്തുകൾ മാത്രമുള്ള ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. കണ്ടോ? അറബി ഭാഷ അറിയുന്ന, അറബി സാഹിത്യത്തിൽ എത്രയോ പ്രഗത്ഭരായ ആളുകൾ, മുസ്ലിങ്ങളല്ലാത്തവർ തന്നെ കഴിഞ്ഞുപോയിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ അതിന് സമാനമായ ഒരു ഇന്നായത്തുൽ കൗസറിന് ഈക്വലായിട്ടുള്ള, സമാനമായിട്ടുള്ള ഒരു 3 സെന്റൻസ് നിർമ്മിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഈ കാലം വരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. അവർ ശ്രമിച്ചു നോക്കുകയല്ല. ഇപ്പോഴും ശ്രമം നടക്കുന്നുണ്ട്, ഇപ്പോഴും സൈറ്റിലൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എന്താ പറയാ, അതിന്റെ 4 ആയത്തുക്ക് പോലും എത്തിക്കാൻ പറ്റാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ
അത് അല്ലാഹുവിന്റെ കലാമാണ്. അത് അല്ലാഹു തആല അതിലെ ഓരോ അക്ഷരങ്ങളെയും ആ അക്ഷരങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള പദങ്ങളെയും എല്ലാം അടുക്കി വെച്ചിട്ടുള്ളത് ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും അതുപോലെ ചെയ്യാൻ സാധ്യമല്ല. ആ രൂപത്തിലാണ്. ഇനി ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറയാം, ചെറിയ ഉദാഹരണം. നീണ്ടുപോണുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? സുന്നൂട്ട് സമയം പോണുണ്ടോ? തിരക്കുണ്ടോ? എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സുന്നൂട്ട് ഉസ്താദ് കേൾക്കുന്നുണ്ടോ? സുന്നൂട്ട് ഉസ്താദ് കേൾക്കുന്നുണ്ടോ? പറയണോട്ടാ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അത് വിശുദ്ധ ഖുർആൻ കംപ്ലീറ്റ് അങ്ങനെ തന്നെ. ഞാൻ അതിനെ കുറിച്ച് അറിയുന്ന ആളല്ല, എനിക്ക് അറിയുന്നൊരു ചെറിയ ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ അങ്കബൂത്ത്. സൂറത്തുൽ അങ്കബൂത്ത്. അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ എട്ടുകാലി എന്ന് പറയും. സ്പൈഡർ, എട്ടുകാലി അറിയാലോ? എട്ടുകാലി കാസർഗോഡ് കണ്ണൂർ ഭാഗത്തേക്ക് അങ്ങനെയല്ല പറയുന്നത്, എട്ടുകാലി എന്നല്ല പറയാ. അതിന് അറബിയിൽ അങ്കബൂത്ത് എന്നാ പറയാ. അങ്ങനെ തന്നെയല്ലേ? അങ്കബൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട്. ഈ അധ്യായത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്കബൂത്തിനെ ഉദാഹരണമാക്കിയിട്ടുണ്ട് ഒരു സ്ഥലത്ത്. ആ ആയത്ത് വിശദീകരിക്കാൻ സമയമല്ല, ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാഅ കമസലിൽ അങ്കബൂത്തി ഇത്തഖദത് ബൈതാ വഇന്ന അഹ്വനൽ ബുയൂതി ലബൈതുൽ അങ്കബൂതി ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹുവിനെ കൂടാതെ ബിംബങ്ങളെ, അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ രക്ഷകരാക്കിയിട്ടുള്ള ആളുകളുടെ ഉദാഹരണം അല്ലാഹു പറയാണ്. കമസലിൽ അങ്കബൂത്തി, അത് എട്ടുകാലിയുടെ ഉദാഹരണം പോലെയാണ്. അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ എട്ടുകാലി, സ്പൈഡർ, എട്ടുകാലിയുടെ ഉദാഹരണം പോലെയാണ്. എന്താ ഈ എട്ടുകാലിയുടെ ഉദാഹരണം ഈ ആളുകളും തമ്മിലുള്ള ബന്ധം? അള്ളാഹു തുടർന്ന് പറയാണ്, ഇത്തഖദത്ത് ബൈത്തൻ, എട്ടുകാലി ഒരു വീട് നിർമ്മിച്ചു. ഇവിടെ നിങ്ങൾ നോക്കൂ, ആരെഴുതിയ പരിഭാഷ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയില്ലേ, എട്ടുകാലി വീട് നിർമ്മിച്ചു എന്ന് എവിടെ കാണുള്ളൂ. എന്നാൽ അറബി ഭാഷയില് നാമങ്ങൾക്കനുസരിച്ച് ക്രിയകളെയും സ്ത്രീലിംഗ പുല്ലിംഗമായിട്ട് ഉപയോഗിക്കും. അതായത് ഇപ്പൊ ഇംഗ്ലീഷ് പോലെ അല്ലെങ്കിൽ സാധാരണ മറ്റു ഭാഷകളെ പോലെയല്ല, ഒരു നാമം, അങ്കബൂത്ത് എന്നുള്ളത് ഒരു നാമമാണ്, ഒരു വസ്തുവിന്റെ പേരാണല്ലോ, ഒരു നൗണാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ക്രിയ, വെർബ്, ഈ വസ്തു, ഈ നാമം പുല്ലിംഗമാണെങ്കിൽ പുല്ലിംഗമായിരിക്കും, നാമം സ്ത്രീലിംഗമാണെങ്കിൽ ക്രിയയും സ്ത്രീലിംഗമായിരിക്കും. എന്നാൽ ഇവിടെ അത് സ്ത്രീലിംഗമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകാതെ പോകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇത്തഖദ എന്ന് പറഞ്ഞാൽ പുല്ലിംഗവും ഇത്തഖദത് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗവുമാണ്. എന്നാൽ എന്തിനാണ് അല്ലാഹു തആല ഇത്തഖദത് എന്ന് ഉപയോഗിച്ചത്? മഹാന്മാരായ മുഫസ്സിറുകൾ അതിനെക്കുറിച്ച് മുൻഗാമികൾ പറഞ്ഞു, അങ്കബൂത്ത് എന്ന് പറയുന്ന ഈ നാമം അത് സ്ത്രീലിംഗമായും പുല്ലിംഗമായും ഉപയോഗിക്കുന്ന വേർഡാണ്. അങ്ങനെ ഉണ്ടാകും. ചില വേർഡുകൾ, ചില നാമങ്ങൾ സ്ത്രീലിംഗമായി മാത്രം ഉപയോഗിക്കുന്നുണ്ട്, ചിലത് പുല്ലിംഗമായി മാത്രം ഉപയോഗിക്കുന്നുണ്ട്,
ചിലത് രണ്ടിനും ഉപയോഗിക്കാറുണ്ട്. പുല്ലിംഗമായും ഉപയോഗിക്കും, സ്ത്രീലിംഗമായും ഉപയോഗമുണ്ട്. അപ്പൊ ചില മുഫസ്സിറുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ അങ്കബൂത്ത് എന്നുള്ള നാമം, അതായത് അങ്കബൂത്ത് എന്ന് പറയുന്നത് ആൺ എട്ടുകാലിക്കും പെണ്ണെട്ടുകാലിക്കും രണ്ടിനും അങ്കബൂത്ത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തഖദത്ത് എന്ന് സ്ത്രീലിംഗമായിട്ട് ക്രിയ ഉപയോഗിച്ചു എന്നാണ്. അപ്പോൾ സംശയം ബാക്കി, എന്നാ അള്ളാഹുവിൽ നിന്ന് അത് പുല്ലിംഗമായിട്ട് ഉപയോഗിച്ചൂടെ? അങ്കബൂത്ത് എന്നുള്ളത് രണ്ടിനും ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇത്തഖദത്ത് എന്ന് പറയുന്നതിന് പകരം ഇത്തഖദ എന്ന് ഉപയോഗിക്കാലോ, ക്രിയ രണ്ടും ഉപയോഗിക്കാലോ. പക്ഷേ അവിടെ ഒരു വലിയ രഹസ്യമുണ്ട്. ആ വലിയ രഹസ്യം ആധുനിക കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. അതെന്താണ്? ഇത്തഖദത്ത് എന്ന് പറയുമ്പോൾ പെണ്ണിന് ഉപയോഗിക്കുന്നത്. അപ്പൊ നേരത്തെ ഉപയോഗിച്ച അങ്കബൂത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ വീട് കൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുള്ളത് പെണ്ണെട്ടുകാലിയെയാണ്, ആൺ എട്ടുകാലിയല്ല. എട്ടുകാലി വർഗത്തിലെ ആണിനല്ല അള്ളാഹ് ഉദ്ദേശിച്ചത്, അള്ളാഹു പെണ്ണെട്ടുകാലിയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഇത്തഖദത്ത് ബൈത്തൻ, പെണ്ണെട്ടുകാലി ഒരു വീടുണ്ടാക്കിയും വീട് നിർമ്മിച്ചു. സുബ്ഹാനല്ലാഹ്, എട്ടുകാലി വർഗത്തിൽ വീട് നിർമ്മിക്കല് ആൺവർഗമാണോ പെൺവർഗമാണോ എന്ന് റസൂലുള്ളാഹിന്റെ കാലത്തോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ അതിന്റെ മുമ്പത്തെ നൂറ്റാണ്ടിലോ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊന്നും മാനവരാശിക്ക് അറിയാവുന്ന കാര്യമായിരുന്നില്ല. ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ് ജന്തുശാസ്ത്രജ്ഞന്മാർ ജീവജാലങ്ങളിൽ ചില ജീവജാലങ്ങളിൽ ആൺവർഗമായിരിക്കും കൂട് നിർമ്മിക്കുക, ചിലത് പെൺവർഗമായിരിക്കും, ചിലത് രണ്ടും സഹകരിച്ച് നിർമ്മിക്കുന്നതുണ്ട്. എന്നാൽ എട്ടുകാലി സ്പൈഡർ എന്ന് പറയുന്ന ഈ വിഭാഗം ജന്തുക്കൾ കൂട് നിർമ്മിക്കുന്നത് അവയുടെ പെൺവർഗം മാത്രമാണ്, ആൺവർഗം കൂട് നിർമ്മിക്കാറില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് കേൾക്കുന്ന ചിലപ്പോ എന്നെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ, അവർക്ക് പോലും ചിലപ്പോ എന്റെ ഈ ശബ്ദം കേൾക്കുമ്പോഴായിരിക്കും അങ്ങനൊന്നും അറിയാൻ കഴിയുക. എട്ടുകാലി വർഗത്തിൽ ആൺവർഗം അവരുടെ വീട് നിർമ്മിക്കാറില്ല, വീട് നിർമ്മിക്കുന്നത് പെൺവർഗമാണ്. അതുകൊണ്ട് അല്ലാഹു തആല എന്ത് പറഞ്ഞു? ഇത്തഖദത്ത് എന്നുപയോഗിച്ചു. ഇതെങ്ങാനും അല്ലാഹു തആല അവിടെ ഇത്തഖദത്ത് എന്നതിന് പകരം വിശുദ്ധ ഖുർആനിൽ ഇത്തഖദ എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത് എങ്കിൽ, അഥവാ ആ ക്രിയ പുല്ലിംഗമായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ, ആധുനിക ജന്തുശാസ്ത്രജ്ഞർ നമ്മളോടെയും മുസ്ലിം ലോകത്തോട് പറയും, കണ്ടോ, നിങ്ങൾ അള്ളാഹുവിന്റെ നിങ്ങളുടെ ഈ ലോകത്തെയും ഈ ചരാചരങ്ങളെയെല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വേടാണ്, അള്ളാഹുവിന്റെ വചനമാണെന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ ആണെട്ടുകാലി വീട് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഇത് അള്ളാഹുവിന്റെ കലാമല്ല എന്ന് പറയും. പക്ഷേ നോക്കൂ നിങ്ങൾ, ഇത്തഖദ ഇത്തഖദത്ത് എത്ര വ്യത്യാസമുള്ളൂ? ഒരു ത എന്ന് പറയുന്ന ഒരൊറ്റ അക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ, ഒരൊറ്റ അക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. പെണ്ണെട്ടുകാലി വീട് നിർമ്മിച്ചു, എന്നിട്ട് ആ വീട് പോലെയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്ന അഹ്വനൽ ബുയൂതി ലബൈത്തുൽ അങ്കബൂത്ത്, വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഹ്വനായത്, ഏറ്റവും നിസ്സാരം എന്ന് പറഞ്ഞാൽ വീടിന്റെ ഒരു ഉപയോഗത്തിനും പറ്റാത്ത വീട് എട്ടുകാലിയുടെ വീടാകുന്നു. എന്താ വീടിന്റെ ഉപയോഗം? വീട് നിർമ്മിക്കുക എന്നുള്ളത് ലൗകാനു യഅലമൂൻ എന്റെ അവസാനം. പിന്നെ വീട് എന്തിനാ നിർമ്മിക്കുന്നത്? വീട് മനുഷ്യരാവട്ടെ ജീവജാലങ്ങളാവട്ടെ ഒക്കെ നിർമ്മിക്കുന്നത് ഒന്ന് കാറ്റ്, മഴ, ചൂട്, തണുപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്, അതൊക്കെ തടയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ പറഞ്ഞ ഒരു കാര്യവും ഈ എട്ടുകാലിയുടെ വീട് കൊണ്ടില്ല. അത് കാറ്റതിന് തടുക്കാൻ കഴിയുന്നില്ല,
ചൂട് അതിന്റെ വീട് കൊണ്ട് തടുക്കാൻ കഴിയുന്നില്ല, തണുപ്പ് അതിനെ തടുക്കാൻ കഴിയുന്നില്ല, മഴ അതിന് തടുക്കാൻ കഴിയുന്നില്ല. പിന്നെ വീട്ടിൽ എന്താണ് ഉണ്ടാവല്? വീട്ടില് മനുഷ്യരാവട്ടെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളാവട്ടെ അവയുടെ ഇണകളും അവയുടെ കുടുംബം കുട്ടികളുമായിട്ട് സ്വസ്ഥമായി കഴിയുക എന്നുള്ളതാണ്. അതും എട്ടുകാലിയുടെ വീടിൽ നടക്കുന്നില്ല എന്നാണ് ജന്തുശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്താ കാരണം? ഈ ആണെട്ടുകാലി പെണ്ണെട്ടുകാലിയുമായിട്ട് ഇണചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആണെട്ടുകാലി ഓടി രക്ഷപ്പെടുകയാണ്, പെണ്ണെട്ടുകാലി അതിനെ കൊന്നുകളയും. അപ്പോ നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ, ഇണകൾ, അവർക്ക് സ്വസ്ഥതയില്ല, വീട്ടില് സമാധാനമില്ല. ഇനി ആ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളോ? കുഞ്ഞുങ്ങളുടെയും സ്ഥിതി ഇതാണെന്ന് ജന്തുശാസ്ത്രജ്ഞന്മാർ പറയുന്നു. നമ്മളൊക്കെ എട്ടുകാലിയുടെ വലിയ മുട്ട വിരിഞ്ഞിട്ട് അതിന് കുട്ടികൾ ഓടുന്നത്, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഓടുന്നത് നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവര് മുട്ട വിരിഞ്ഞിട്ട് പല വഴിക്കായിട്ട് ഓടുന്നത്. അതിനെക്കുറിച്ച് ജന്തുശാസ്ത്രജ്ഞന്മാർ പറയുന്നു, അവ അവിടെ നിന്നാൽ ഈ തള്ള എട്ടുകാലി ഉണ്ടല്ലോ, ഈ തള്ള എട്ടുകാലി തന്നെ അവയെ കൊല്ലുകയും തിന്നുകയും നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ കുട്ടികൾ അവിടെ നോട് രക്ഷപ്പെടുന്നു. ഇനി ആ വീട്ടിലേക്ക് വല്ല അതിഥികളും വന്നാലോ അവർക്കും രക്ഷയില്ല. എട്ടുകാലിയുടെ വലയിലേക്ക് വല്ല ഈച്ചയോ കൊതുകോ ആരെങ്കിലും ചെന്നാൽ അവർക്കും രക്ഷയില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, ഒരു വീട് എന്തിനു വേണ്ടിയാണോ നിർമ്മിക്കുന്നത് ജീവജാലങ്ങൾ, ആ വീടിന്റെ ഒരു ഉപയോഗവും എട്ടുകാലിയുടെ വീട് കൊണ്ട് സാധ്യമല്ല. ആ വീട്ടിലെ താമസക്കാർക്ക് ആ വീട്ടിൽ ഒരു സ്വസ്ഥതയുമില്ല. ആ വീട്ടിൽ വരുന്ന അതിഥികൾക്കും അവിടെ രക്ഷയില്ല. അതാണ് അല്ലാഹു തആല വഇന്ന അഹ്വനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്, ഇങ്ങനെയുള്ളൊരു വീട് ലോകത്ത് ഭൂമുഖത്ത് മറ്റൊരു ജീവിയും തന്നെ നിർമ്മിക്കുന്നില്ല. കണ്ടോ, എത്ര വലിയ ആശയമാണിത്, എത്ര വലിയ ആശയമാണിത്. ഏത് പരിഭാഷയിലാണ് നമുക്കിത് കണ്ടെത്താൻ കഴിയുക? എവിടെ നിന്നാണ് ഈ ആശയം മനസ്സിലാക്കാൻ കഴിയുക? ഇവിടെ തന്നെ മഹാന്മാർ പറയുന്നുണ്ട്, ഇന്ന അഹ്വനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത് എന്നാ പറഞ്ഞ്. മറിച്ച് എട്ടുകാലി അതിന്റെ വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലായ അതിന്റെ നൂലിനെ കുറിച്ചാണ് അത് മോശം, അത് ഉറപ്പില്ലാത്തതാണ് എന്നല്ലാഹു പറഞ്ഞിരുന്നതെങ്കിൽ അത് ഖുർആന്റെ അമാനുഷികതയ്ക്കെതിരാകുമായിരുന്നു. കാരണം ഏറ്റവും ഉറപ്പുള്ള നൂലാണ് എട്ടുകാലിയുടെ നൂല് എന്നാണ് ജന്തുശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എട്ടുകാലിയുടെ നൂലിന്റെ അതേ വണ്ണത്തിലും അതേ വലിപ്പത്തിലും അതിനുള്ള ഒരു വണ്ണം വലിപ്പമുണ്ടല്ലോ, കനം, ആ കനത്തിൽ അതിനേക്കാൾ ഉറപ്പുള്ളൊരു നൂല് ശാസ്ത്രജ്ഞന്മാർക്ക് നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാ. അത്രയധികം ഉറപ്പാണ് അതിനുള്ളതെന്നാ. അപ്പൊ എട്ടുകാലിയുടെ നൂല് അഹ്വനാണെന്നുള്ള പറഞ്ഞില്ല, കണ്ടാ ഖുർആൻ പറഞ്ഞില്ല. എട്ടുകാലിയുടെ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിന് അല്ലാഹു തആല എന്ത് ചെയ്തില്ല, അഹ്വൻ എന്ന് പറഞ്ഞില്ല ഖുർആൻ. പിന്നെയോ അത് നിർമ്മിച്ച വീടാണ് അഹ്വൻ എന്ന് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല ഇതിനെ സംബന്ധിച്ച് പിന്നീട് അതിന്റെ തുടർന്നുള്ള രണ്ടാമത്തെ ആയത്തിനെ വിശദീകരിച്ചിട്ട്, ഞാൻ വിശദീകരിക്കില്ല, സമയം കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹു പറയാണ്, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, ഈ ഉദാഹരണങ്ങൾ മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു ഉദാഹരിക്കുന്നു, വെളിപ്പെടുത്തുന്നു. എന്നിട്ട് അല്ലാഹു അവസാനം പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ, വമാ യഖിലുഹാ, ഈ ഉദാഹരണങ്ങളുടെ ആശയങ്ങൾ ഗ്രഹിക്കാൻ സാധ്യമല്ല, ഗ്രഹിക്കുകയില്ല, ഇല്ലൽ ആലിമൂൻ, ഇല്ലൽ ആലിമൂൻ, വിവരമുള്ളവർക്കല്ലാതെ. ഇവിടെ ആലിമു എന്ന് പറഞ്ഞത് ആരാണെന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ജന്തുശാസ്ത്രജ്ഞന്മാരാകുന്ന, ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന യഥാർത്ഥ വിവരമുള്ളവർക്കല്ലാതെ അല്ലാഹു ഇപ്പറഞ്ഞ ഉദാഹരണത്തിന്റെ ആശയം, അതിന്റെ കടുപ്പം, അതിന്റെ ഗൗരവം, അതിന്റെ സൂചനകൾ മനസ്സിലാക്കാൻ സാധ്യമല്ല. വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ, അല്ലാഹു പറഞ്ഞ ഉദാഹരണത്തിന്റെ. ഇതൊരു ചെറിയൊരു എക്സാമ്പിളാണ്. ഒരു ചെറിയ കൊച്ചു ജീവിയെ സംബന്ധിച്ച് അല്ലാഹു തആല ഉദാഹരണം പറയുന്നിടത്ത് ഉപയോഗിച്ച
വെറും ഒരക്ഷരത്തിൽ അക്ഷരത്തിൽ ഒതുങ്ങിയിട്ടുള്ള ആശയമാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ. ഇത് ഞാൻ പറഞ്ഞത് പൂർണ്ണാണെന്നല്ല കേട്ടോ, ഞാനീ പറഞ്ഞത് പൂർണ്ണാണെന്നല്ല. അപ്പൊ ഈ വിശുദ്ധ ഖുർആൻ, ഇതിന്റെ പരിഭാഷ ആരെഴുതിയാലും ശരി അത് ഖുർആന്റെ നിഴല് മാത്രമേ ആവുകയുള്ളൂ എന്ന കാര്യവും കൂടി എന്റെ പ്രിയപ്പെട്ട PM ചെയ്ത എന്റെ സഹോദരനും മറ്റുള്ളവരും മനസ്സിലാക്കണമെന്നും, മാത്രമല്ല അതിന്റെ പുറമെ ഓരോ ആശയക്കാരും അവരുടെ പരിഭാഷകൾ എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഴല് തന്നെയും ലൈറ്റ് ഏത് കോണിൽ നിന്നാണോ വരുന്നത് അതിനനുസരിച്ച് നിഴൽ വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞതുപോലെ പരിഭാഷ എഴുതുന്നവർ അവരുടെ ആശയത്തിന്റെ ലൈറ്റ് ഏത് കോണിലൂടെയാണോ വരുന്നത് അതിനനുസരിച്ച് ആശയത്തിനും വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് അത്തരം പരിഭാഷകളിൽ ആരും പെട്ടുപോകരുത് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുന്നിക്കുട്ടി ഉസ്താദ് തന്നെ തുടർന്ന് മറ്റുള്ള ആളുകൾ കൈവക്കിയിട്ടുണ്ട്. അവരുടെ ഫിഖിയായ